മദ്യലഹരിയിൽ അന്തർ സംസ്ഥാന ബസ് ഓടിച്ച് ഡ്രൈവറുടെ അഭ്യാസം. കോഴിക്കോട് ബംഗളൂരു ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. ദൃശ്യങ്ങൾ പകർത്തിയപ്പോൾ വാഹനം ഇടിപ്പിച്ച് എല്ലാവരെയും കൊല്ലുമെന്ന് ഡ്രൈവർ ഭീഷണിപ്പെടുത്തി. നമ്മുടെ സേഫ്റ്റിയാണ് ബ്രോ. என்ன ப்ராப்ளம்? வண்டி ஆஃப் ஆக்கு. இங்க பசங்க எல்லாரும் இருக்கீங்க, ஃபேமிலி எல்லாம் இருக்கு. அது ஓகேனா? வண்டி ஆஃப் பண்ணுங்க. ஒரு ப்ராப்ளம் இல்லையே. என்ன ப்ராப்ளம்? வண்டி கொஞ்சம் என்ன ப்ராப்ளம்? வண்டி கொஞ்சம் என்ன ப்ராப்ளம்? ஒரு 5 நிமிஷம் என்ன ப்ராப்ளம்? ஒரு ஆளு புடிச்சா மனுஷன மாடா മാടാൻ കാണിച്ചു കോഴിക്കോട് ബംഗളൂരു ബസ്സാണ് യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടിയത്. യാത്രക്കാരും ഡ്രൈവറും തമ്മിലുള്ള തർക്കത്തിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. യാത്രക്കാരനായ ഷനോഫിന്റെ ഒരു പ്രതികരണം കൂടി നമുക്ക് കേൾക്കാം. സംഭവം നടന്നത് മൈസൂർ എത്തിയതിൻ്റെ ശേഷം ഞാൻ വണ്ടി ഹൈവേയിൽ കയറിയപ്പം വണ്ടി ഒരു ഭയങ്കര കൺട്രോളില്ലാതെ പോകുന്നത് ശ്രദ്ധിച്ചപ്പോൾ ഞാൻ ഡ്രൈവറോട് പോയി ചോദിച്ചു. അപ്പം പുള്ളി പറഞ്ഞില്ല, പ്രശ്നമൊന്നുമില്ല, നിങ്ങൾ പോയിക്കോളൂ, കിടന്ന് ഉറങ്ങിക്കോളൂ. എനിക്ക് പുള്ളിൻ്റെ സംസാരം കേട്ടപ്പോൾ ഭയങ്കരമായിട്ടൊരു ഡൗട്ട് പുള്ളി കുടിച്ചിട്ടുണ്ടോ എന്നുള്ളത്. അങ്ങനെ ഞാൻ പോകുന്ന വഴിക്ക് ഞാൻ ലെഫ്റ്റ് സൈഡിൽ ഒരു ബോട്ടിലും ഗ്ലാസും കണ്ടപ്പോൾ എനിക്ക് കൺഫേം ആയി പുള്ളി ഡ്രങ്കാന്നുള്ള കാര്യത്തിൽ. ഞാൻ ഇപ്പോൾ ബാക്കിയുള്ള പാസഞ്ചേഴ്സിനോട് പറഞ്ഞു, ചെക്ക് ചെയ്യാൻ പറഞ്ഞപ്പം അവരും കൺഫേം ആക്കി പുള്ളി കുടിച്ചിട്ടുണ്ടെന്നുള്ളത്. അങ്ങനെ പുള്ളി വണ്ടി നിർത്താൻ കൂട്ടാക്കിയില്ല. ഞാൻ വണ്ടി ക്രാഷ് ചെയ്യാൻ പോവാണ്, ഇത്രയും ഇനി ആരും രക്ഷപ്പെടണ്ട, ഞാൻ വണ്ടി താഴെക്കിടാൻ പോകണ്ട്, വണ്ടി സ്റ്റിയറിംഗ് അങ്ങോട്ട് തിരിച്ച് ഫുള്ള് കൺട്രോൾ അങ്ങോട്ട് പോയി. ഫസ്റ്റ് ടോൾ ഗേറ്റ് മൈസൂരിൽ നിന്നും വിട്ടതിൻ്റെ ശേഷമുള്ള അവിടെ എത്തിയപ്പം ഈ പുള്ളിനെ ചാടി കയറി പിടിച്ച് വണ്ടി സ്ലോ ഡൗൺ, വണ്ടി അവിടുന്ന് ഫ്രണ്ടിലേക്ക് പാർക്ക് ചെയ്യിപ്പിച്ച് ഇറങ്ങിയപ്പോൾ തന്നെ പുള്ളി വണ്ടിയിൽ നിന്നും ഇറങ്ങിയപ്പോൾ തന്നെ ഒരു ഏകദേശം ഒരു ഹാഫ് ബോട്ടിൽ ലിക്കർ ഉണ്ടായിരുന്നു സീറ്റിൻ്റെ അടിയിൽ. അതും എടുത്തിട്ട് പുള്ളി ഇറങ്ങി ഓടി, ഡ്രൈവർ ഇറങ്ങി ഓടി. അവിടെ ക്ലീനർ ഉണ്ടായിരുന്നു, പക്ഷെ ക്ലീനർ ഞങ്ങൾ കയറിയപ്പോൾ മുതലേ ആള് ബോധമില്ലാതെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം പുള്ളി ഇങ്ങനെ കിടക്കുന്നത്. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേർന്നുണ്ട്. ശ്രീധരൻ, ശക്തമായ നിയമ നടപടി അത് ആരംഭിച്ചിട്ടുണ്ടോ? വളരെ ഗൗരവതരമായ ഒരു സംഭവം എന്ന നിലയിൽ തന്നെയാണല്ലോ ഈ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ അതിന്റെ ഗൗരവം കൂടുതൽ വ്യക്തമാകുന്നുണ്ട്. ആ പ്രതികരണങ്ങളിലും അക്കാര്യം വ്യക്തമാകുന്നുണ്ട്. ഈ യാത്രക്കാരുടെ ജീവൻ വെച്ച് പന്താടുക എന്ന് പറയുന്ന അത്തരത്തിലുള്ള ഒരു പ്രവൃത്തിയാണ് ഈ സ്വകാര്യ ബസ് ജീവനക്കാരുടെ ഭാഗത്തു നിന്നുണ്ടായത്. കോഴിക്കോട് നിന്ന് ബാംഗ്ലൂരിലേക്ക് വന്ന ഭാരതി എന്ന് പറയുന്ന ബസ്സിലാണ് ഈ സംഭവങ്ങളെല്ലാം അരങ്ങേറുന്നത്. ക്ലീനർ വണ്ടി വിട്ട് വലിയ താമസമില്ലാണ്ട് ഏതാണ്ട് വയനാട് കഴിഞ്ഞോടുകൂടി തന്നെ ക്ലീനർ ബോധമില്ലാതെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അദ്ദേഹവും മദ്യപിച്ചിട്ടുണ്ട് എന്നാണ് യാത്രക്കാർ സംശയിക്കുന്നത്. ഇതിന് പിന്നാലെ ഡ്രൈവറെ വണ്ടി ഓടിക്കുന്നതിൽ കണ്ട് ചില സംശയം തോന്നിയാണ് യാത്രക്കാർ ചോദ്യം ചെയ്തത്. അപ്പോഴാണ് വശത്ത് ഒരു കുപ്പിയും ഗ്ലാസുമൊക്കെ ശ്രദ്ധയിൽപ്പെടുന്നതും തുടർന്നാണ് യാത്രക്കാർ വാഹനം നിർത്താൻ ആവശ്യപ്പെടുന്നത്. ഏതായാലും ഇതിനു മുൻപ് വാഹനം ഗുണ്ടൽപേട്ട് എത്തിയപ്പോൾ തന്നെ കാട് കടന്ന് ഗുണ്ടൽപേട്ട് എത്തിയപ്പോൾ തന്നെ ഈ യാത്രക്കാർക്ക് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വാഹനം നിർത്തിയിരുന്നു. തുടർന്ന് അവിടുന്ന് മുഴുവൻ യാത്രക്കാരെയും കയറ്റാതെയാണ് ആ വാഹനം പുറപ്പെട്ടത്. ഈ സനോഫർ എന്ന് പറയുന്ന വ്യക്തി തന്നെ അദ്ദേഹത്തെ കയറ്റാതെ അദ്ദേഹത്തിൻ്റെ ലഗേജും മറ്റു കാര്യങ്ങളെല്ലാം ആ വാഹനത്തിലായിരുന്നു. തുടർന്ന് അദ്ദേഹം മറ്റൊരു വാഹനത്തിൽ കയറി പിന്നാലെ പോയാണ് ഈ ബസ്സിനെ ചേസ് ചെയ്ത് പിടിക്കുകയാണ് ചെയ്തത്. തുടർന്ന് ഇയാൾ അപ്പോഴും ഇങ്ങനെയുള്ള ഈ സ്വഭാവം തുടരുകയും ചെയ്തു. മൈസൂർ വിട്ട് വണ്ടി ശ്രീരംഗപട്ടണത്ത് ടോൾ പ്ലാസ എത്തുന്നതിന് മുൻപാണ് പിന്നീട് വണ്ടി ബലം പ്രയോഗിച്ച് യാത്രക്കാർ ഒച്ചവെച്ച് നിർത്തുന്നത്. നിർത്തിയ ഉടൻ തന്നെ ഈ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങി ഓടുകയാണ്, കുപ്പിയും കൊണ്ട് ഇറങ്ങി ഓടുകയാണ് ചെയ്തത്. ഒരു വേള ഈ വാഹനം ഇടിപ്പിച്ച് എല്ലാവരെയും അപായപ്പെടുത്തുമെന്നൊക്കെയുള്ള ഭീഷണിയും ഇയാൾ നടത്തുന്നുണ്ട്. ഏതായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട്
ഈ ബസ് കമ്പനിക്ക് ഉൾപ്പെടെ പരാതിയൊക്കെ നൽകിയെങ്കിലും യാതൊരു വിധത്തിലുള്ള നടപടി ഇതുവരെ ഉണ്ടായിട്ടില്ല. പകരം പിറ്റേ ദിവസം അല്ലെങ്കിൽ അന്നേ തന്നെ വൈകിട്ട് കോഴിക്കോട്ടേക്കുള്ള ട്രിപ്പിൽ ഇതേ ഡ്രൈവർ തന്നെ വാഹനം ഓടിച്ചു പോകുന്ന ഒരവസ്ഥയാണ് ഉണ്ടായത്. ഈ സനഫറൊക്കെ സ്ഥിരമായി ബത്തേരി ബാംഗ്ലൂർ റൂട്ടിൽ യാത്ര ചെയ്യുന്ന ഒരു യാത്രക്കാരനാണ്. ഇത്തരത്തിലുള്ള ഒരു സംഭവത്തിനെതിരെ നിയമ നടപടിയുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് യാത്രക്കാർ തീരുമാനിച്ചിരിക്കുന്നത്.